ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾക്കിന്നൊരു ഡെസേർട്ട് നോക്കിയാലോ. നമ്മുടെ ലാലേട്ടൻ്റെ വൈറൽ റെസിപ്പിയാണ്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നടു മുറിച്ചിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു 4 പീസായിട്ടാണ് ഒരു പഴം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്, ഒരു ഭാഗം. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി ഡെസേർട്ടാണ്. അപ്പം നമുക്ക് ആ നെയ്യ് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴം അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം എല്ലാ പഴം നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ പഴമൊന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം കൂടിയിട്ടൊന്ന് മുരിയട്ടെ. നമുക്കതിൻ്റെ മേലെ കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ശർക്കര പാനി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴത്തിൻ്റെ മേലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ, പഴം, ശർക്കര ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കതിൻ്റെ മേലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഒരു വാനില ഐസ്ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. ഒരു സ്കൂപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് തേനൂടെ ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. ഈ റെസിപ്പി കാണുമ്പോൾ ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ചെയ്യാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ആ പഴവും ഐസ്ക്രീമും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.